നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. ശ്രീജിത്ത്, ബി.ജെ.പി. കേരള ഘടകത്തെ നയിക്കാൻ ഇനി രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്നാണല്ലോ കൃത്യമായി പുറത്തുവരുന്ന സൂചനകളൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. കേന്ദ്ര കമ്മിറ്റി കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിച്ചു എന്നറിയുന്നു. എന്തൊക്കെയാണ് പുതിയ നേതൃത്വത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളികൾ? മാത്രമല്ല, ഇനി കേരളത്തിൽ ബി.ജെ.പിക്ക് മുന്നേറ്റമേ ഉണ്ടാവുകയുള്ളൂ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. താങ്കൾക്ക് എങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? ലക്ഷ്മി, ഒന്നാമത് ഒരു പുതിയ അധ്യക്ഷൻ വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രാഥമികമായിട്ടുള്ള ചാലഞ്ച് എന്ന് പറയുന്നത് തന്നെ സംഘടനയെ എങ്ങനെയാണ് അടുത്തു വരുന്ന 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലേക്ക് സജ്ജമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്കകം തന്നെ കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. അപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പുകൾക്കും എങ്ങനെയാണ് പാർട്ടിയെ സജ്ജമാക്കുന്നത്? ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നിരവധി വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ തദ്ദേശ ഭരണ രംഗത്ത് ബി.ജെ.പിക്ക് ചില സ്ഥലങ്ങളിൽ സ്വാധീനമുള്ളപ്പോൾ പോലും അതിൽ 2 മുനിസിപ്പാലിറ്റികൾ, പാലക്കാട്ടും പന്തളത്തും, അവർക്ക് കുറേയധികം രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആൾക്കാരുടെ ഇടയിലുള്ള ഒത്തൊരുമയുടെ ചില പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതെല്ലാം തന്നെ മറനീക്കി പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഈ 2 മുനിസിപ്പാലിറ്റികളും തുടർച്ചയായിട്ട് ഭരണത്തിലേക്ക് ഇനി വരിക, അധികാരത്തിലേക്ക് തിരിച്ചു വരിക, നിലനിർത്തുക എന്നീ കാര്യങ്ങളെല്ലാം തന്നെ വലിയൊരു ചാലഞ്ചാണ്. അതേപോലെ തന്നെയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് 35 സീറ്റുകൾ ആ റേഞ്ചിലേക്ക് വരുന്നുവെങ്കിൽ പോലും രണ്ടാമത്തെ തവണയും അതിനെ ഒരു വിന്നബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ തലസ്ഥാനത്തുള്ള കോർപ്പറേഷനാണ്. അത് ഭരിക്കാനായിട്ട് ബി.ജെ.പിക്ക് സാധിക്കുക എന്ന് പറയുന്നതും വലിയ രാഷ്ട്രീയമായി അവർക്ക് ഒരുപാട് മെച്ചമുണ്ടാക്കാവുന്ന, ഒരുപാട് നേട്ടമുണ്ടാക്കാവുന്ന ഒരു ഏരിയയാണ്. നേരിട്ട് തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ആൾക്കാരുമായിട്ട് പല വിഷയങ്ങളിലും നേരിട്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള വലിയൊരു സാധ്യത ഇവിടെയുണ്ട്. അപ്പോൾ ഭരണരംഗത്ത് നിർണായക സ്വാധീനം എന്ന രീതിയിലത്തേക്ക് വിലയിരുത്തപ്പെടുന്ന ഒന്നുകൂടിയാണ് തലസ്ഥാനത്ത് കോർപ്പറേഷൻ ഭരണം കിട്ടുക എന്നുള്ളത്. ഇത് കൂടാതെ മറ്റുള്ള പല സ്ഥലങ്ങളിലും ബി.ജെ.പിക്ക് വലിയൊരു പ്രസൻസ് ഉണ്ടാക്കുക എന്നത് ഒരു വലിയ ചാലഞ്ചാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രാദേശിക തലത്തിലാണ് ഇതെന്ന് ഓർക്കണം. അപ്പോൾ പന്തളത്തുള്ള രാഷ്ട്രീയ സാഹചര്യം ഒന്നാണ്, പാലക്കാട്ടുള്ളത് മറ്റൊന്നാണ്, തിരുവനന്തപുരത്തുള്ളത് മറ്റൊന്നാണ്. ഇനി കൂടുതലായിട്ട് ആസ്പയർ ചെയ്യുന്ന പല സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ താഴെ തട്ടിലേക്കുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കുക, സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുക, ഏതെങ്കിലും ഒരു ക്യാമ്പിന്, ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിന് വിധേയമായിട്ട് പ്രവർത്തിക്കാതെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഒരാൾ നിർദ്ദേശിക്കുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം വെയ് ചെയ്തതിന് ശേഷം ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ തന്നെ പൂർത്തീകരിക്കുക എന്നത് വളരെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പുതുതായിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ഒരാളിന്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരാളിന്. പിന്നെ അതിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. അപ്പോൾ അവിടെ ആരൊക്കെ സ്ഥാനാർത്ഥികളാകും, അവിടെ ഏത് ക്യാമ്പിൽ നിന്നുള്ള നോമിനേഷൻസ് ആണ്, ഇതൊക്കെ തന്നെ വീണ്ടും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലെ റൂട്ട് ലെവൽ, ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ബി.ജെ.പി. രാഷ്ട്രീയത്തിനെ കുറിച്ച് കൃത്യമായി നേരിട്ട് ഇടപെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്നതിൻ്റെ പരമാവധി ചാലഞ്ചാണ് ഇത് രണ്ടും അദ്ദേഹത്തിന് കൊടുക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് ഒരു ഇൻഡിവിജ്വൽ ചാലഞ്ച് ഉണ്ട് എന്നാണ്. അതായത് അത് ഈ താഴെത്തട്ടിലേക്കുള്ള പ്രവർത്തനത്തിന്റെ കാര്യമല്ല, മറിച്ച് ഈ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ആരാണ് എന്ന രീതിയിലാണ്. നമുക്കറിയാം, ഈ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നത് മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചതിന് ശേഷമാണ്. അതായത് ജില്ലാ ഘടകങ്ങളിൽ വരെ നേതൃത്വത്തിലേക്ക് ആരൊക്കെയാണ് എന്നത് തീരുമാനിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, 14 ജില്ലകളല്ല, ഭരണത്തിന്റെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള അധികാരം നൽകുന്നതിന്, ലിമിറ്റഡ് ടാസ്ക് കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് അവരിതിനെ എല്ലാം തന്നെ കൂടുതൽ ജില്ലകളാക്കി മാറ്റിയിട്ടുമുണ്ട് ബി.ജെ.പി. അപ്പോൾ അതിനെല്ലാം തന്നെയുള്ള നേതാക്കൾ, ഓരോ ജില്ലയിലുമുള്ള നേതാക്കൾ ആരൊക്കെയാണ് എന്നതെല്ലാം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിൽ ഒരാൾ പോലും രാജീവ് ചന്ദ്രശേഖർ ലോയലിസ്റ്റ് എന്ന് പറയാവുന്ന ഒരാളല്ല. മറിച്ച് ഇവരെല്ലാവരും തന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റു പല ഗ്രൂപ്പുകളുടെ ഒക്കെ തന്നെ ഭാഗമായിരുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ ഗ്രൂപ്പില്ല. ഇപ്പൊ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് പിന്തുണയുള്ളവരുണ്ടാകാം, കെ സുരേന്ദ്രന് പിന്തുണയുള്ളവരുണ്ടാകാം, വി മുരളീധരന് പിന്തുണയുള്ളവരുണ്ടാകാം, എം.ടി. രമേശിന് പിന്തുണയുള്ള ആൾക്കാരുണ്ടാകാം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിൽ ഒരാൾ പോലും രാജീവ് ചന്ദ്രശേഖരന്റെ ലോയലിസ്റ്റ് ആണ് എന്ന് നമുക്ക് കരുതാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഒരു പുതിയ പൊളിറ്റിക്കൽ വിഷൻ ഉണ്ടാകും, ഇതിന്റെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകും. ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി എത്രത്തോളം ഇവരുടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടും, അതെങ്ങനെ അദ്ദേഹം ഉറപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നം. അപ്പൊ അത് അദ്ദേഹത്തിനുള്ള ഒരു വലിയൊരു ഇൻഡിവിജ്വൽ ചലഞ്ചാണ്. ഈ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ പിന്തുണ എത്രത്തോളം ആർജിച്ചെടുക്കാനായിട്ട് ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതൊരു വലിയ ചാലഞ്ചാണ്. ഇനി അത് കൂടാതെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വേറെ കുറെ ചാലഞ്ചസ് ഉണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സാമുദായിക നേതാക്കന്മാരുമായിട്ടുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ ബി.ജെ.പി
നേതാക്കന്മാർക്ക് പലപ്പോഴും പല പ്രസ്താവനകളുടെ പേരിൽ ഈ അടുത്തിടെ PC ജോർജ് അടക്കമുള്ള നേതാക്കന്മാർ വിവാദ പുരുഷന്മാരായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിലെ ഒരു പരിചിത മുഖം അല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പക്ഷേ എല്ലാവരുമായിട്ടുള്ള ബന്ധം ഒരു ക്ലീൻ സ്ലേറ്റിൽ ആരംഭിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്രിസ്തീയ വിവിധ സഭകളാണെങ്കിൽ, മതപുരോഹിതന്മാരാണെങ്കിൽ, SNDP, NSS തുടങ്ങിയ സംഘടനകളാണെങ്കിൽ, മുസ്ലിം സംഘടനകളാണെങ്കിൽ, ഇവരോടൊക്കെ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റുള്ള ആൾക്കാരുടെ പ്രസ്താവനയുടെ ബാഗേജ് ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയുമില്ല. കാരണം അദ്ദേഹം ഫ്രഷ് ആണ്, ഇവിടെ ഉള്ള ആളായിരുന്നില്ല എന്നുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഓബ്വിയസ് അഡ്വാൻറ്റേജ് ആണ്. ഇത് കൂടാതെ അദ്ദേഹത്തിന് കേന്ദ്ര BJP നേതൃത്വവുമായിട്ടുള്ള ബന്ധമുണ്ട്. അത് രണ്ട് നിലയ്ക്കാണ് വരിക. ഒന്ന്, അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേന്ദ്ര BJP ആണ്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് റൂട്ട് ചെയ്യാനായിട്ട് കേരളത്തിൽ നിന്ന് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു നോമിനേഷൻ ആകാനുള്ള സാധ്യതയില്ല. അപ്പൊ കേന്ദ്ര സർക്കാരിന് അത്രമേൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു സന്ദേശം ഈ സാമുദായിക നേതാക്കന്മാർക്ക് ഓൾറെഡി കിട്ടും. അതുകൂടാതെ നേരത്തെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം മികച്ച ഒരു മന്ത്രി എന്ന രീതിയിൽ IT മിനിസ്ട്രി കൈകാര്യം ചെയ്തിരുന്ന ആളുമാണ്. അപ്പൊ അതിനും അദ്ദേഹത്തിന് കേന്ദ്രത്തിന്റെ ബാക്കിംഗ് ഉണ്ടാവണം. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഈ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സന്ദേശം അദ്ദേഹം ആൾക്കാരെ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്നതിന് ഭരണത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഗുണമൊക്കെ തന്നെ വേണ്ടുന്ന രീതിയിലത്തേക്ക് ന്യായമായി ലഭിക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രാജീവിനാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഒരു വിൻ വിൻ സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഒരുപക്ഷെ BJP ശ്രമിക്കുന്ന മറ്റൊരു കാര്യം, ഇവിടെയെല്ലാം ഒരു ഡിവൈഡഡ് ഹൗസ് ആണ്. വിവിധ ആശയങ്ങളിലുള്ള, വിവിധ നേതൃനിരകളിലുള്ള വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരേ സ്ഥാനത്തിലേക്ക് മത്സരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ അവരൊന്നുമല്ലാത്ത മറ്റൊരാളിനെ കൊണ്ടുവരുന്നു. ഈ ക്യാമ്പുകളുടെ ഒന്നും ഭാഗമല്ലാത്ത ഒരാളാണ്. അത് തന്നെയുമല്ല, അദ്ദേഹത്തിന് ഒരു ട്രസ്റ്റ് ഫാക്ടർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് അദ്ദേഹം ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മെസ്സേജ് നേരത്തെ തന്നെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. ഒരു കോർപ്പറേറ്റ് ഔട്ട്ലുക്ക് അദ്ദേഹത്തിനുണ്ട്. ദേശീയ രംഗത്ത് അദ്ദേഹം കഴിവ് തെളിയിച്ചിരിക്കുന്ന ആളാണ്. ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ടും വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനുമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ആസ്പയറിംഗ് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു സ്വാധീന ശക്തിയായി മാറാൻ കഴിയുമെങ്കിൽ BJPയെ യുവാക്കളോട് കൂടുതൽ അടുപ്പിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു താല്പര്യം കൂടി അതിനുണ്ടാകാം. അത് കൺവെൻഷനൽ ആയിട്ടുള്ള പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജിയുടെ ബേസിലുള്ള പൊളിറ്റിക്സോ എന്നതിനപ്പുറത്തേക്ക് ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, ഒരു കോർപ്പറേറ്റ് ഔട്ട്ലുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു നേതൃത്വം, അതിലേക്ക് ആൾക്കാരെ കൂടുതൽ ആകർഷിക്കാനായിട്ട് ശ്രമിക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഒരു വിമർശനം കൂടി പറയേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടില്ല, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള, വിവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള, വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു ബന്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിദൂരമാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതും ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം കൺസിഡർ ചെയ്തിരിക്കാനുള്ള സാധ്യത കൂടി വളരെ കൂടുതലാണ്. അവിടെ ഒരുപക്ഷെ അവരുടെ തീരുമാനം അദ്ദേഹത്തിന് അനുകൂലമായത് തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ ഇലക്ടറൽ പെർഫോമൻസ് ആണ്. BJPക്ക് അപ്രാപ്യം എന്ന് കരുതപ്പെട്ടിരുന്ന തീരദേശ മേഖലകളിൽ, അപ്പോൾ നമുക്കറിയാം അവിടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, മറ്റ് തീരദേശ ജോലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. കമ്മ്യൂണിറ്റി വൈസ് BJPയോട് സാധാരണ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരല്ല. എങ്കിൽ പോലും അവിടെ ഒരു ടാർഗറ്റഡ് ക്യാമ്പയിൻ നടത്തി അവരോട് സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് സൊല്യൂഷൻസ് ഓഫർ ചെയ്ത് നിരന്തരമായി അവിടെ ക്യാമ്പയിൻ നടത്തിയതിന്റെ ഭാഗമായിട്ട് കോവളവും നെയ്യാറ്റിൻകരയും അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP കഴിഞ്ഞ തവണ രണ്ടാമത് വന്നു. അത് ചെറിയൊരു കാര്യമല്ല. പതിവായി മൂന്നാമത് പോകുന്നിടത്ത് നിന്ന് രണ്ടാമത്തേക്ക് വരികയും അതിൽ തന്നെ CPIയുടെ സ്ഥാനാർത്ഥിയേക്കാൾ ബഹുദൂരം മുന്നിലെത്തുകയും ചെയ്തു എന്നുള്ള ഒരു വ്യത്യാസം കൂടി അവിടെയുണ്ട്. എന്ന് വെച്ചാൽ അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ പറയപ്പെടുന്ന സോഫിസ്റ്റിക്കേഷൻ എല്ലാം അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു പക്ഷേ സാധാരണക്കാരുമായിട്ട് ഒരു കോഡ് സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നത് അദ്ദേഹം ഗ്രൗണ്ടിൽ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് നറുക്ക് വീഴാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ചാലഞ്ച്, പാർട്ടിയുടെ ചാലഞ്ച് എന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഇൻഡിവിജ്വൽ ചാലഞ്ച് അവിടെ നിൽക്കുന്നുണ്ട്. അത് ജില്ലാ നേതൃത്വങ്ങളെ എങ്ങനെ ഒന്നിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എത്രത്തോളം നടപ്പിലാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ്. അപ്പൊ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ സപ്പോർട്ട് കൂടി അതൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം വളരെ കുറവാണ്. 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. പക്ഷെ നിലവിൽ അദ്ദേഹത്തിന് സമയം കയ്യിലുള്ളത് ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായിട്ടുള്ളത് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്, ഇൻഡിവിജ്വൽ ചാലഞ്ചസും ഉണ്ട്. പക്ഷെ ഒരുപക്ഷെ അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എങ്കിൽ, കാരണം ഈ സീസൺഡ് ആയിട്ടുള്ള ആൾക്കാർ ഇരുന്നതിന് ശേഷവും BJPയുടെ ഹയസ്റ്റ് ടാലി എന്ന് പറയുന്നത് നിയമസഭയിൽ 1 സീറ്റും ലോക്സഭയിൽ 1 സീറ്റുമാണ്. അപ്പൊ അതിനെ വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എന്നതിനൊപ്പം
അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ലീഡർഷിപ്പിൻ്റെ കേപ്പബിലിറ്റി ആയിട്ട് കൂടി അത് വിലയിരുത്തപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനേഴ്സ് ഇരുന്നപ്പോഴും ഇത്രയൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ പുതിയ ഒരാളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു ചിന്തയും ഒരുപക്ഷെ ഇതിന് പിന്നിലുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.